എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ, ഇതുവരെ കാണാത്തവരൊക്കെ. അവിടെ അത്രയും ഭംഗിയിൽ അത്ര നല്ല രീതിയിലാണ് അവർ ആ കാര്യങ്ങൾ അവിടെ ഓർഗനൈസ് ചെയ്യണത്. ഇപ്പോൾ അവിടെ പുഴയിൽ ആളുകൾ വന്നിട്ട് വേസ്റ്റൊക്കെ കൊണ്ടിടും, വാട്ടർ ബോട്ടിൽ, അതുപോലെ സ്നാക്സ് കഴിച്ച കവറ്, ഇതൊക്കെ അവിടെ പരത്തിയിട്ടിട്ട് പോവും ആൾക്കാർ. പക്ഷേ അവിടെയുള്ള ഓർഗനൈസ് ചെയ്യുന്നവർ അതെല്ലാം രാത്രി കംപ്ലീറ്റ് അടിച്ചു വാരി കൂട്ടി ഒരു ചാക്കുകളിലാക്കി അവരത് വേണ്ട രീതിയിൽ സംസ്കരിച്ച് കളയുന്നുണ്ട്. അപ്പം നമ്മൾ ആളുകളാണ് അവിടെ പോയിട്ട് വൃത്തിയേടാക്കുന്നത്. അതുപോലെ ഈ ഒരു താൽക്കാലികമായിട്ടൊരു പാലം പണിതിട്ട് സേതുബന്ധൻ, അതൊക്കെ എത്രമാത്രം അധ്വാനം ഇവരുടെ പുറകിലുണ്ട്. അതേപോലെ അവിടെയുള്ള ആ ഏരിയയിലുള്ള കുറേ കച്ചവടക്കാർ, ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ കച്ചവടങ്ങൾ, അവിടെ വെള്ളവും ചായ, സ്നാക്സ്, അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നു. പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുന്ന ആളുകൾ ഇപ്പോൾ ലക്ഷപ്രഭുക്കളായിട്ട് മാറിയിട്ടുണ്ടാകും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ്, ബസ്സുകൾ, KSRTC, എല്ലാത്തിനും ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ. അപ്പോൾ എല്ലാവരും അതിൽ പോയി പങ്കെടുക്കുക, കാണുക, കഴിയുന്ന സംഭാവനകൾ ചെയ്യുക. വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ ദേവൻ സാറിനെയും കാണാൻ സാധിച്ചു. അതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. എല്ലാവരും കുംഭമേളയിൽ പങ്കെടുക്കുക. താങ്ക് യു. ലവ് യു ആൾ.